അപ്പോൾ ഈ രണ്ട് കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മലപ്പുറത്ത് 252 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. പാലക്കാട് 209 പേരും സമ്പർക്ക പട്ടികയിലുണ്ട്. ഈ രണ്ട് കേസിൽ, പാലക്കാട് എന്ന് പറയുമ്പോൾ 2 കേസിൽ മാത്രമാണ്. ഇതിൽ കുറച്ച് പേര് കോഴിക്കോട് ജില്ലയിലുമുണ്ട്. അങ്ങനെ ആകെ 461 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് 2 കേസുകളുമായിട്ട് ബന്ധപ്പെട്ട്. ഈ സമ്പർക്ക പട്ടികയിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് 27 പേരാണ്. അതായത് 461 പേരാണ് പോലീസിന്റെ സഹായം ചില കാര്യങ്ങളിൽ, അതായത് നമ്മുടെ പാലക്കാട് ഒരു ക്ലിനിക്കിൽ, മണ്ണാർക്കാടുള്ള ഒരു ക്ലിനിക്കിൽ CCTV എടുത്തപ്പോഴാണ്, ഫുട്ടേജ് എടുത്തപ്പോഴാണ് ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടത്. അപ്പോൾ ലിസ്റ്റിലുള്ളവരൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് പരിശോധിച്ചപ്പോൾ അപ്പോൾ അതൊരു മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് തൊഴിലെടുക്കുന്ന ഒരു തൊഴിലാളിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മൊബൈൽ ടവർ പിന്നീട് അത് ആരാണെന്ന് കണ്ടെത്തി മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ച് കണ്ടെത്തിയിട്ട് അവസാനം വന്ന് ഓഫായിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ അത് 2 ജില്ലയിലെ പോലീസ് ടീം അത് പരിശോധിച്ചിട്ട് ഏതാണ്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് പാലക്കാട് നിന്ന് ഇപ്പോൾ ഈ മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ളത്. 2 ജില്ലയിലെയും പോലീസ് ടീം കൂടി പരിശോധിച്ചിട്ട് അത് ഉറപ്പാക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രത്യേകമായി കണ്ടെയ്ൻമെന്റ് സോണിൽ ജില്ലാ കളക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണിൽ പ്രത്യേകമായിട്ട് നടപ്പിലാക്കുന്നുള്ളത് ഉറപ്പാക്കണം. മാസ്ക് ധരിക്കണം, സാമൂഹ്യ അകലം പാലിക്കണം എന്ന് ജില്ലയ്ക്ക് പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങൾ ദയവായിട്ട് പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം വ്യാജ പ്രചരണങ്ങൾ നടത്താനായിട്ട് പാടില്ല. വ്യാജ പ്രചരണങ്ങൾ ഈ നിപ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടും നിപ്പയുമായിട്ട് ബന്ധപ്പെട്ടും വ്യാജ പ്രചരണങ്ങൾ ചിലതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ജില്ലകളിലൊക്കെ തന്നെയായിട്ട്. അപ്പോൾ അത് സൈബർ സെല്ലിന് കൈമാറി നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചതിന്റെ അത് അടിസ്ഥാനത്തിൽ ആരെങ്കിലും ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആശുപത്രിയാകട്ടെ, കൂടുതലും ആശുപത്രികളിലാണ്, കാരണം ഒരുപാട് പേർ വന്നു പോകുന്ന സ്ഥലങ്ങളാണല്ലോ. ഒരു കാരണവശാലും സമ്പർക്ക പട്ടികയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഹൈഡ് ചെയ്യരുത്, ഒളിപ്പിക്കരുത്, മറച്ചു വെക്കരുത് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.